എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഹോട്ടലിൽ തുർക്കിഷ് ആൻഡ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അതെല്ലാം കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി. ഇന്ന് കുറച്ച് അധികം കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. ഹോട്ടലിന് വെളിയിലുള്ള വഴികളെല്ലാം തന്നെ വിജനമാണ്. കാരണം രാവിലെ 8:30 മണിയായിട്ടുള്ളൂ. നഗരം ഉണർന്നു വരുന്നേ ഉള്ളൂ. ചുറ്റും ധാരാളം ഹോട്ടലുകൾ തന്നെയുള്ള സ്ട്രീറ്റാണിത്. 4 വശവും ഹോട്ടലാണ്. ഇവിടുന്ന് ടോപ്പ് ക്യാപ്പി പാലസ് എന്ന് പറയുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരം കാണുന്നതിനായിട്ടാണ് കാലത്ത് യാത്ര. ടോപ്പ് ക്യാപ്പി പാലസിൻ്റെ വെളിയിലായിട്ട് ഇവിടെ തുർക്കി യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് കാണാം. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലസിൻ്റെ അങ്ങോട്ട് നടന്ന് പോകാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ടോപ്പ് പാലസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതുകൂടെ സഞ്ചാരികൾ അതിന് കാര്യമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. മാത്രമല്ല പാലസ് 9 മണിക്ക് തുറക്കുകയുള്ളൂ. ടോപ്പ് ക്യാപ്പി പാലസിൻ്റെ അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ഉദ്യാനമുണ്ട്. ഗുൽഖാനെ പാർക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്രശസ്തമായ ഉദ്യാനമാണ്. പാർക്കിൽ നിന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. പാർക്കും വിജനമാണ്. ധാരാളം മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പാർക്കാണ്. നമ്മളുടെ ഐറ്റിനറിയിൽ ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പാർക്ക് വളരെ പൗരാണികമായ ചില കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചിട്ടുള്ള പാർക്കാണ് എന്നുള്ളത്. ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് കോളം ഓഫ് ഗോത്സ് എന്ന് പറയുന്ന ഒരു വലിയ സ്തൂപമുണ്ട്. ആ സ്തൂപത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. ഈ സ്തൂപം AD 268 കൊറിന്ത്യൻ ഭരണകാലത്ത് സ്ഥാപിച്ചതാണ്. മറമ്പക്കടലിലെ ദ്വീപുകളിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ ഉപയോഗിച്ചാണ് ഈ സ്തൂപം ഉണ്ടാക്കിയത്. ഈ സ്തൂപം അന്നത്തെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല നിർമ്മിതികളുടെയും ഭാഗമാണ്. ആ കാലഘട്ടത്തിലെ ചില ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ സ്തൂപത്തിൻ്റെ കാലമേ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കാലക്രമേണ മാഞ്ഞുപോയി. റോമൻ ഭരണകാലത്തിൻ്റെ പല ശേഷിപ്പുകളും ഈ ഗാർഡനിലുണ്ട്. നമ്മൾ ഗാർഡനിൽ സ്തൂപം കഴിഞ്ഞിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം റോമൻ ഭരണകാലത്തുണ്ടായിരുന്ന പല നിർമ്മിതികളുടെയും അവശിഷ്ടങ്ങൾ. ഈ കാണുന്നതാണ് ഹാഗിയ പൗലൂസ് യത്തീംഖാന. അതായത് പൗലോസ്ലിഹയുടെ പേരിലുള്ള ഒരു അനാഥ മന്ദിരം. എന്ന് പറയുന്നത് അനാഥരായവർക്കും അശരണർക്കും രോഗികൾക്കും ഒക്കെയുള്ള ഒരു സ്ഥാപനമായിട്ട് ജസ്റ്റിൻ 2ാമൻ ചക്രവർത്തി തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നത്. അതിനുശേഷം അതെല്ലാം പരിപാലിക്കപ്പെടാണ്ട് നശിഞ്ഞു പോയി. അതിൻ്റെ തൂണുകളിലൊക്കെ ഇപ്പോഴും വള്ളിയൊക്കെ പടർന്നു കയറി കിടക്കുന്നുണ്ട്. ഇപ്പോഴും അതത്ര നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ആദിമ ക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗുൽഖാനെ പാർക്കിൻ്റെ ഒരു നല്ല രസമുള്ള ഒരു എംബ്ലമൊക്കെ വെച്ചിട്ടുണ്ട്. ഗുൽഖാനെ എന്ന വാക്കിൻ്റെ അർത്ഥം റോസ് ഹൗസ് എന്നാണ്. റോസ് ഹൗസ് പാർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടുന്ന് മുന്നോട്ട് നമ്മൾ നടന്ന് താഴോട്ട് വീണ്ടും വരുമ്പോൾ ഇവിടെ ഒരു മ്യൂസിയം കാണാം. ഈ മ്യൂസിയത്തിൻ്റെ പേര് മ്യൂസിയം ഓഫ് ദി ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇസ്ലാം. ഇസ്ലാമിലുള്ള ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും ചരിത്രത്തെക്കുറിച്ചുള്ള മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അതിനകത്തോട്ടുള്ള പ്രവേശനം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കയറാൻ പറ്റിയില്ല. ഇസ്ലാമിക ചരിത്രം അറിയുന്നവർക്കറിയാം, പല കണ്ടുപിടുത്തങ്ങളും ഇസ്ലാമിൻ്റേതായിട്ട് ഉള്ള അവകാശങ്ങളിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള ഡിസ്പ്ലേ ആയിട്ട് നിൽക്കുമ്പോൾ പുറത്തൊരു ഗ്ലോബൊക്കെ വെച്ചിട്ടുണ്ട്. കോൺട്രവേഴ്സിയുള്ള പല സംഭവങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഭൂമിയുണ്ടാണോ പരന്നാണെന്നുള്ളതൊക്കെയുള്ള സംശയങ്ങളൊക്കെ പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാർക്കിൽ പല ജലധാര സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഇവിടെ അറ്റാതുർക്കിൻ്റെ പ്രതിമയുണ്ട്. ആധുനിക തുർക്കിയുടെ ശില്പിയായ അറ്റാതുർക്കിൻ്റെ പ്രതിമകൾ, അറ്റാതുർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ധാരാളമായിട്ട് എല്ലായിടത്തും കാണാൻ പറ്റും തുർക്കിയിൽ. നമ്മൾ ഗുൽഖാനെ പാർക്കിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് യാത്രികരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ സിമിറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ആൾക്കാർക്ക് കാലത്ത് തന്നെ സജീവമായിട്ടുണ്ട്. ഈ ഗുൽഖാന പാർക്ക് എന്ന് പറയുന്നത് ശരിക്കും ടോപ്കാപ്പി പാലസിൻ്റെ ഒരു ഉദ്യാനമാണ്. ഈ ടോപ്കാപ്പി പാലസ് 1451 ഉടനോട്ട് ഏകദേശം പണി തുടങ്ങിയാണ്. ഇവിടെ ധാരാളം പൗരാണികമായ സ്തൂപങ്ങളൊക്കെ ഈ പാലസിലോട്ടുള്ള വഴിയിൽ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പാലസ് ആക്ച്വലി ഒരു പാലസ് കോംപ്ലക്സ് ആണ്. പല ബിൽഡിങ്ങുകളോട് കൂടിയ ഒരു പാലസ് കോംപ്ലക്സ് ആണ്. പാലസിലോട്ട് നമ്മൾ കടക്കുന്ന കവാടമാണ് ഗേറ്റ് ഓഫ് എൽ സിറ്റി. ഗേറ്റ് ഓഫ് എൽ സിറ്റി തൊട്ട് തന്നെ ഇസ്ലാമിൻ്റെ പ്രൗഢകാലത്തുള്ള മനോഹരമായ നിർമ്മിതികളും അതിൻ്റേതായ ഭംഗിയുള്ള റൂഫുകളും പ്രത്യേക തരത്തിലുള്ള ആർക്കിടെക്ചറും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പാലസ് ഇങ്ങനെ പല വിധത്തിലുള്ള കെട്ടിടങ്ങളായിട്ട് കിടക്കുകയാണ്. ഒരു കെട്ടിടവും അല്ലെങ്കിൽ ഈ കെട്ടിടം മുഴുവൻ ഒരു സമയത്ത് പണിതതല്ല. പല ചക്രവർത്തിമാരും അവരുടെ സമയങ്ങളിൽ അത് കൂട്ടിച്ചേർത്തതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഈ കെട്ടിടങ്ങളുടെ ഓരോ ഭാഗങ്ങളും ഓരോ തരത്തിലുള്ള മ്യൂസിയങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കെട്ടിടത്തിലും ഓരോ തീമിനനുസരിച്ചുള്ള മ്യൂസിയങ്ങളാണ്. ധ്യാനം കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിടത്തിൻ്റെ പ്രധാന കോംപ്ലക്സിലേക്ക് കടന്നു. ആദ്യത്തെ സെക്ഷനിലുള്ള ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ഓരോ തരം എക്സിബിഷൻസുകളാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ തരം വസ്തുക്കളാണ് അവിടെ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കെട്ടിടത്തിൽ അന്നത്തെ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള വസ്ത്രങ്ങൾ, പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാമാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ലേഡീസിൻ്റെ ചുരിദാറിനോടും അല്ലെങ്കിൽ സാൽവാർ സൂട്ടിനോടൊക്കെ സാമ്യമുള്ള വസ്ത്രങ്ങളാണ് അധികവും. ഇത്തരത്തിലുള്ള ഈ മ്യൂസിയത്തിനകത്തെ പല കാഴ്ചകളും വിസ്താരഭയത്താൽ ഞാൻ വളരെ വേഗത്തിലാണ് കാണിച്ചു പോകുന്നത്. അല്ലെങ്കിൽ കാണുന്നവർക്ക് ബോറടിക്കും. കാരണം റിപ്പീറ്റ് ചെയ്ത് ഒരേപോലത്തുള്ള വസ്ത്രങ്ങളും കാഴ്ചകളും തന്നെയാണ്. എല്ലാം ഏകദേശം ഒരേ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ്. ഈ കാണുന്ന തൊപ്പി, ഈ ചിത്രത്തിൽ കാണുന്ന നീല കളറിലുള്ള പോർഷനാണ് തൊപ്പിയുടെ. ഇവരുടെ തലപ്പാവിനോട്ടുള്ള ഒരു പോർഷനാണത്. ആ ഒരു രാജാവിൻ്റെ പൂർണ്ണമായ വസ്ത്രങ്ങൾ, മോതിരങ്ങൾ, ചെരുപ്പ്, അതേപോലെ തന്നെ ബൂട്ട്, അങ്ങനെയുള്ള ഒരു സമ്പൂർണ്ണ വസ്ത്രമാണ് വെച്ചിരിക്കുന്നത്. ഇത് അന്ന് യഥാർത്ഥത്തിൽ ഈ 14-15 നൂറ്റാണ്ടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രം തന്നെയാണ്. വസ്ത്രത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിറയെ പോടുകളുള്ള മരങ്ങൾ, ഇത് ഒന്നിൽ കൂടുതൽ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് പോയത് കുറച്ച് അമൂല്യമായ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഹോളിലേക്കാണ്. അവിടെ അവരുടെ ആയുധങ്ങൾ, അതേപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട ശേഖരത്തിൽ നിന്നുള്ള സാധനങ്ങൾ, ആഭരണങ്ങൾ, പാത്രങ്ങൾ, അങ്ങനത്തെ എല്ലാമാണ് ഡിസ്പ്ലേ ചെയ്തിരുന്നത്. മൂല്യമായ രത്നക്കല്ലുകളും വജ്രങ്ങളും കൊണ്ടുള്ള ആഭരണങ്ങളും മറ്റും വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. വജ്രങ്ങളൊക്കെ ഇപ്പോഴും നല്ല വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ആഭരണങ്ങളാണ്. അവിടുന്ന് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഒരു മട്ടുപ്പാവിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മനോഹരമായ മർമറ കടലും ഈ ഗോൾഡൻ ഹോൺ എന്ന് അറിയപ്പെടുന്ന ആ ചെറിയ ആ കടലിൽ കയറി കിടക്കുന്ന കണ്ടെടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം കണ്ട് ക്ഷീണിച്ച യാത്രക്കാർ ഇവിടെ നിന്ന് കടൽക്കാറ്റായിട്ട് ആശ്വാസം വിടുന്നുണ്ട്. താഴെ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിൽ കാണാം.
റോമക്കാർ നിർമ്മിച്ച മതിലാണത്. ഇതൊക്കെ കൊണ്ടാണ് ഇവരുടെ വിശേഷപ്പെട്ട സിംഹാസനങ്ങളും മറ്റുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സുൽത്താൻ്റെ ഒരു ആയുധങ്ങളുടെ ശേഖരവും നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഇവിടെ നിന്ന് പുറത്ത് കിടന്ന് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഒരു വശത്തേക്കൂടി നടന്ന് ഈ കൊട്ടാര സമുച്ചയത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് നടക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ മറമറക്കടലും മറ്റു കൊട്ടാരത്തിൽ നിന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ താഴെ കാണുന്ന ചുറ്റുമതിൽ യഥാർത്ഥത്തിൽ റോമക്കാർ പണിത മതിൽ തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിൽ റോമ സാമ്രാജ്യത്തിലുള്ള ഒരു നിർമ്മിതി ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതെല്ലാം തന്നെ ഇത് നശിച്ചു പോയി. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് താഴെ കാണുന്ന കടലോട് ചേർന്ന് കാണുന്ന ആ ചുറ്റുമതിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലയൺസ് ഗാർഡൻ എന്ന് പറയുന്ന കൊട്ടാരത്തിൻ്റെ ഒരു നടുമുറ്റമാണത്. കൊട്ടാര സമുച്ചയങ്ങളുടെ നടുക്കുള്ള ഒരു സ്ഥലമാണ്. 2 സിംഹപ്രതിമകളാണ് ഇവിടെ ഉള്ളത്. കൊട്ടാരൻ്റെ വരാന്തയിൽ കൂടി നമ്മൾ നടന്ന് കൊട്ടാരത്തിൻ്റെ മറ്റു സൈഡിലേക്ക് എത്തി. ഇവിടെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ധാരാളം മുറികളുണ്ട്. ഓരോ മുറികളും ഓരോ പ്രത്യേക പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ചില മുറികൾ അതിഥികളെ സ്വീകരിക്കാനുള്ളതാണ്, ചിലതാകട്ടെ രാജാവിന് വിശ്രമിക്കാനുള്ളതാണ്. അങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോ മുറികൾ അത് പ്രത്യേകമായിട്ടാണ് പണിതിരിക്കുന്നത്. കൊട്ടാരം ഇങ്ങനെ നീണ്ട് പരന്ന് കിടക്കുകയാണ്. ഇത് കൊട്ടാരത്തിന് അതിഥികളെ സ്വീകരിക്കാനായിട്ട് സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു മുറിയാണ്. ഇവിടെ ഒരു ഫയർ പ്ലേസ്, മനോഹരമായിട്ടൊരു ഫയർ പ്ലേസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സുന്നത്ത് മുറിയാണ്. കൊട്ടാരത്തിലെ കുട്ടികളെ ഇവിടെ വെച്ചാണ് സുന്നത്ത് നടത്തിയിരുന്നത്. സുൽത്താനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ചാണ് അവരുടെ മൃതദേഹം കഴുകിയിരുന്നത്. മൃതദേഹം കഴുകിയിട്ട് വെള്ളം താഴേക്ക് ഒഴുകി പോകാനുള്ള ചാലുകളൊക്കെ നമുക്ക് കാണാം. കൊട്ടാരത്തിലെ സിംഹാസനവും കിരീടവും ഒക്കെ വെച്ചിരുന്നൊരു മുറിയാണ്. ഇവിടെ വെച്ചും സുൽത്താൻ ആൾക്കാരെ കണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദർശനങ്ങൾ നടക്കുന്ന ഒരു കോണാണത്. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ തലയൊക്കെ മൂടിയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. തുടക്കം തൊട്ട് തന്നെ ഇസ്ലാമിൻ്റെ കാലത്തെ പല വിശുദ്ധ വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മോശയുടെ ഒരു വടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ലാണിത്. കാൽപാദം അന്നത്തെ ക്ലേയിൽ പതിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു കല്ലാണ് ഈ കാണുന്നത്. വളരെ വിശുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഇത്. ഒട്ടോമാൻ കാലത്ത് ഒരു തുവാലയാണ്. വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ കയ്യിലെ എല്ലും തലയൊട്ടിയുടെ ഒരു കഷ്ണവുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു സ്വർണത്തിൻ്റെ കയ്യിലുള്ളിലായിട്ടാണ് കയ്യുടെ എല്ല് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് വീണ്ടും ഒരു തുവാലയും അതച്ചടിക്കുന്ന ബ്ലോക്കുകളുമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. യോന, ദാനിയേൽ മുതലായ പ്രവാചകന്മാരുടെ തലയിൽ വെച്ചിരുന്ന സ്കാഫാണിത്. ഇത് ദാവീദിൻ്റെ ഒരു വാളായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ പൗരാണികമായ പല ഖുറാനുകളും അതേപോലെ തന്നെ ഹസറുൽ അസദ് എന്ന് പറയുന്ന ബ്ലാക്ക് സ്റ്റോൺ കവർ ചെയ്തിരുന്ന സ്വർണത്തിൻ്റെ കവറും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് അത് വെള്ളിയുടെ കവറാണ് യഥാർത്ഥത്തിൽ വയ്ക്കുന്നത്. ഇവിടെ ഇരുന്നൊരു പണ്ഡിതൻ പാരായണം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മുഹമ്മദ് നബിയായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ ചേമ്പറിലുണ്ടായിരുന്ന പെട്ടിയും മറ്റുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ മുറി അതിവിശിഷ്ടമാണ്. പ്രവാചകൻ്റെ വേറൊരു കാൽപാദം പതിഞ്ഞ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇത് പ്രവാചകൻ എഴുതിയെന്ന് കരുതപ്പെടുന്ന കത്തുകളാണ്. പല രാജ്യങ്ങളിലേക്ക് ഇസ്ലാം മതം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എഴുതിയ കത്തുകളാണ് ഇവയെല്ലാം. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മുടിയും താടിയിലെ രോമവും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റോണാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ലെൻസിലൂടെ വേണം നോക്കി കാണുവാനായിട്ട്. അപ്പോൾ ആ ലെൻസിലൂടെ നോക്കി കാണുവാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കാണ് വിശ്വാസികളുടെ.
അതേപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചില ആയുധങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ എല്ലാം വളരെ വിശിഷ്ടമായ ശ്രേഷ്ഠമായ വിശുദ്ധ വസ്തുക്കളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാനായിട്ട് ഉപയോഗിച്ച പാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു സീൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു സീല് നമുക്ക് ലെറ്റ്സെക്കുറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. വളരെ ചെറിയൊരു സീല് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സുൽത്താൻ മുഹമ്മദിൻ്റെ ഒരു ലൈബ്രറിയാണ് ഈ കാണുന്നത്. അദ്ദേഹം പഠനത്തിലും ഗവേഷണത്തിലൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. കൊട്ടാരത്തിൽ ആ കെട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ 2 തുർക്കി ഭടന്മാരുടെ വേഷം ധരിച്ചവർ സ്റ്റാച്ചു പോലെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നടന്നത് നേരെ കൊട്ടാരത്തിൻ്റെ മറ്റൊരു സൈഡിലുള്ള ഒരു ഹോളിലേക്കാണ്. വിശാലമായ ഒരു ദർബാർ ഹോളാണ്. ഇവിടുന്ന് നമുക്ക് കൊട്ടാരത്തിലെ ആൾക്കാർ സ്ഥിരമായിട്ട് കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാം താമസ സ്ഥലമായ ഹാരം എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് പോകണം. ഹാരം ആക്ച്വലി ഈ കുന്നിൻ്റെ ഒരു താഴത്തെ സൈഡിലായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഹാരത്തിലോട്ട് കുതിരയുള്ള പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഗാർഡുകളെല്ലാം താമസിക്കുന്ന ഒരു ഡോർമെട്രിയാണ്. ഇവിടെയാണ് ഗാർഡുകളിൽ എല്ലാവരും വിശ്രമിക്കാനും അവർക്ക് കിടന്നുറങ്ങാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഡോർമെട്രി ഉണ്ടാക്കിയത്. ഹാരത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഹാരത്തിൻ്റെ ഉള്ള മസ്ജിദ് കാണാം. 2 നിലകളായിട്ട് പണിതിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് ഹാരത്തിലെ മസ്ജിദ്. ഇവിടെ ഹാരത്തിൻ്റെ അകത്ത് ഇവരുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട പല റൂമുകളുണ്ട്. ഹുക്ക വലിക്കുന്ന മുറികൾ, അതേപോലെ തന്നെ ഇവരുടെ രാജ്ഞിമാരുടെയും അതേപോലെ രാജാവിൻ്റെ അമ്മയുടെയും മറ്റുമുള്ള താമസ സൗകര്യങ്ങൾ, പല സ്റ്റോർ റൂമുകൾ, കുളിമുറികൾ, അങ്ങനെ പല ആവശ്യങ്ങൾക്കുള്ള ധാരാളം മുറികൾ ഈ ഹാരത്തിലുണ്ട്. ഒരു വലിയ കൊട്ടാരത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഹാരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഈ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടും കരിങ്കല്ലുകൾ കൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതികളാണ്. ടൈൽസ് കൊണ്ടുള്ള മനോഹരമായ വർക്കുകളും മറ്റും കാണാം. അതുപോലെ തന്നെ ഖുറാനിൽ നിന്നുള്ള എഴുത്തുകളും മറ്റും എല്ലാം ഈ ചുമരുകളിലും മറ്റും പതിപ്പിച്ചിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ ഉള്ള ടൈൽ വർക്കുകൾ കൊണ്ടാണ് ഈ ഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഒറ്റ സമയത്ത് പൂർത്തീകരിച്ചതല്ല, പലപ്പോഴായിട്ട് കൂട്ടിച്ചേർക്കലുകളുണ്ടായിട്ട് ഹാരത്തിലൊരു അടുക്കളയും അതിനോടനുബന്ധിച്ചുള്ളൊരു സ്റ്റോറുമാണ്. ഹാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഒരു ക്ലോക്ക് മ്യൂസിയം കാണാനായിട്ടാണ്. ഈ കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു മ്യൂസിയമാണ് ക്ലോക്ക് മ്യൂസിയം. അതിമനോഹരമായ ധാരാളം ക്ലോക്കുകൾ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയ ഒരു കളക്ഷൻ ഓഫ് ക്ലോക്കുകളുണ്ട്. ഇത് അത്ര പൗരാണികമായ ക്ലോക്കുകളെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 19ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ഓട്ടോമാൻ തുർക്കികളുടെ കാലഘട്ടത്തിൽ, അതായത് 1921 വരെയൊക്കെയുള്ള കാലഘട്ടത്തിലൊക്കെ ഉള്ള ക്ലോക്കുകളാണ് അധികം. ഓരോ ക്ലോക്കുകൾക്കും വളരെ പ്രത്യേകതകളും മറ്റുമുണ്ട്. നമുക്ക് ഇത് മുഴുവൻ കണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ദിവസം മുഴുവൻ പോകും. അതുകൊണ്ട് നമ്മളൊന്ന് വളരെ ക്വിക്കായിട്ട് ഈ ക്ലോക്ക് മ്യൂസിയത്തിൽ കണ്ടത് എല്ലാം ഈ കലാപരമായ ക്ലോക്കുകളാണ്. ക്ലോക്കുകളുടെ പ്രത്യേകതകളെക്കാൾ കൂടുതൽ അതിൻ്റെ കലാഭംഗിയാണ് ഇവിടെ ഈ ഡിസ്പ്ലേയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലോക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് അവിടുന്ന് നേരെ നമ്മൾ പോയത് ഹാഗിയ ഐറിൻ എന്ന് പറയുന്ന പൗരാണികമായ ഒരു പള്ളിയിലേക്കാണ്. ക്രിസ്ത്യൻ ദേവാലയമായിരുന്നത്. ഈ ദേവാലയം ഇന്ന് ഇന്നൊരു പുരാവസ്തുവായിട്ട് കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിച്ചിരുന്നതാണ്. കൊട്ടാരം പണിയുന്ന സമയത്ത് തന്നെ അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ദേവാലയം ഹാഗിയ ഐറിൻ എന്ന് പറയുന്ന ദേവാലയം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ക്രിസ്തു മതത്തിൻ്റെതായ എല്ലാ ചിഹ്നങ്ങളും എല്ലാം എടുത്തു മാറ്റപ്പെട്ട് ഇതിനെ സംരക്ഷിച്ചെന്നു മാത്രമുള്ളൂ. ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയ റിനോവേഷൻ വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം അവർ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
കുറേ ഭാഗങ്ങളൊക്കെ ഓൾറെഡി നവീകരിച്ച ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്കൊരു വലിയ ഉള്ള ഒരു കെട്ടിടം ഉണ്ടായിട്ടുപരി യാതൊരു ചുവർച്ചിത്രങ്ങളൊന്നുമില്ല. ഭാഗ്യത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് ഇമ്പീരിയൽ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഗേറ്റ് വഴിയാണ്. അങ്ങനെ ഇമ്പീരിയൽ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്കിനി പോകേണ്ടത് ഹാഗിയ സോഫിയയിലേക്കാണ്. ഹാഗിയ സോഫിയയുടെ കഥകളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം. താങ്ക് യു.